ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ് തുല്യത ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ്. ലിംഗസമത്വത്തെ പറ്റിയുള്ള ഒരു ബ്ലോഗാണിത്. ഒരു വെബ്സൈറ്റിൽ എഴുതുന്ന ലേഖനത്തെ അല്ലെങ്കിൽ അഭിപ്രായത്തെയാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. നമുക്ക് പുസ്തകത്തിലുള്ള ബ്ലോഗിലേക്ക് വരാം. ഈ വീഡിയോയിൽ പാഠഭാഗം വായിച്ച് ഓരോ വരിയും കൃത്യമായി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുസ്തകത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നൽകുന്നുമുണ്ട്. പൂർണ്ണ ശ്രദ്ധയോടെ തുടക്കം മുതൽ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്നതാണ്. പാഠത്തിൻ്റെ പേര് ജെൻഡർ ഇക്വാലിറ്റി, മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. ജെൻഡർ ഇക്വാലിറ്റി ലിംഗസമത്വമാണ്. മേക്ക് ആക്കൂ അല്ലെങ്കിൽ ആക്കി തീർക്കൂ എന്നാണ്. ഹാബിറ്റ് ശീലമെന്നാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ജെൻഡർ ഇക്വാലിറ്റി മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എന്നാൽ ലിംഗസമത്വം അതൊരു ശീലമാക്കൂ എന്നാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ജെൻഡർ ഇക്വാലിറ്റി ഈസ് സംതിങ്. ലിംഗസമത്വം എന്നത് ഒരു കാര്യമാണ്. എങ്ങനെയുള്ള കാര്യം? വി ഹാവ് ഓൾ ബീൻ ടോക്കിംഗ് എബൌട്ട്. നമ്മളെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഫോർ എ വൈൽ നൗ. ഇപ്പോൾ കുറച്ച് കാലമായി. ഇറ്റ്സ് സ്ട്രേഞ്ച്. അത് വിചിത്രമാണ്. ഏതാണ്? ദാറ്റ് ഈവൻ ടുഡേ. ഇന്ന് പോലും മെനി വിമൻ ആർ നോട്ട് അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. പല സ്ത്രീകളും അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധവതികളല്ല. ഓർ അല്ലെങ്കിൽ ദേ ഹാവ് ടു ഫൈറ്റ്. അവർക്ക് പോരാടേണ്ടി വരുന്നു. എന്തിനാണ്? ടു ഗെറ്റ് വാട്ട് ഈസ് റൈറ്റ്ഫുള്ളി ദെയേഴ്സ്. ശരിക്കും അവർക്ക് അവകാശമുള്ളത് നേടിയെടുക്കാൻ. ജസ്റ്റ് ടുഡേ. ഇന്ന് പോലും വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് ടെല്ലിങ്. എൻ്റെ സുഹൃത്തുക്കളിലൊരാൾ പറയുകയായിരുന്നു. ഹൗ. എങ്ങനെയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് ഹൈലി എഡ്യൂക്കേറ്റഡ്. ഉയർന്ന വിദ്യാഭ്യാസമുണ്ടായിരുന്നിട്ടും കേരളാസ് വിമൻ ആർ ഫേസിങ് മെനി ഇഷ്യൂസ്. കേരളത്തിലെ സ്ത്രീകൾ പല പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന്. ഈവൻ അറ്റ് ഹോം. വീട്ടിൽ പോലും. ഷീ വാസ് അറ്റൻഡിങ്. അവൾ പങ്കെടുക്കുകയായിരുന്നു. എ കോൺഫറൻസ് ഓൺ ദ സെയിം. ഇതേ വിഷയത്തിലുള്ള ഒരു സമ്മേളനത്തിൽ. ആൻഡ് വാസ് ഷെയറിങ് ദീസ് തോട്ട്സ്. എന്നിട്ട് ഈ ചിന്തകളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. ഇൻഫാക്റ്റ്. വാസ്തവത്തിൽ. മോസ്റ്റ് വിമൻ വിത്ത് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസമുള്ള മിക്ക സ്ത്രീകളും ആർ അൺഎംപ്ലോയിഡ്. തൊഴിലില്ലാത്തവരാണ്. ഹാസ് അൺഎംപ്ലോയ്മെൻറ്റ് ഗോട്ട് ടു ഡു എനിത്തിങ്. തൊഴിലില്ലായ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? വിത്ത് വയലൻസ് എഗൻസ്റ്റ് വിമൻ. സ്ത്രീകൾക്കെതിരായ അക്രമവുമായി ബന്ധപ്പെട്ട്. ഡു മെൻ ഫീൽ സുപ്പീരിയർ. തങ്ങൾ മുകളിലാണ് അല്ലെങ്കിൽ തങ്ങൾ ഉയർന്നവരാണ് എന്ന് പുരുഷന്മാർക്ക് തോന്നാറുണ്ടോ? ടു ദി അൺഎംപ്ലോയിഡ് വിമൻ അറ്റ് ഹോം. വീട്ടിലുള്ള ജോലിയില്ലാത്ത സ്ത്രീകളെക്കാൾ. ഡസ് മിയർലി ബീയിങ് എ വുമൺ. ഒരു സ്ത്രീയാണ് എന്നത് മാത്രം മേക്ക് ദം വൾണറബിൾ അറ്റ് ദി ഓഫീസ്. ഓഫീസിൽ അവരെ അരക്ഷിതരാക്കുന്നു. ഓർ അതോ ഈസ് ഇറ്റ് സംതിങ് എൽസ്. അത് മറ്റെന്തെങ്കിലുമാണോ? ഇറ്റ്സ് ഹൈ ടൈം ജെൻഡർ ഇക്വാലിറ്റി ബിക്കെയിം എ ഹാബിറ്റ്. ലിംഗസമത്വം ഒരു ശീലമാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എവിടെയാണ്? അറ്റ് ഹോം ആൻഡ് ഇൻ പബ്ലിക് സ്പേസസ്. വീട്ടിലും പൊതുസ്ഥലങ്ങളിലും. ദെൻ. അപ്പോൾ വിമൻ വിൽ നോ ലോങ്കർ ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. സ്ത്രീകൾക്ക് പിന്നീട് അതിനു വേണ്ടി പോരാടേണ്ടി വരില്ല. ആൻഡ് മെൻ വോണ്ട് ബി ഫോഴ്സ്ഡ് ടു പ്രാക്ടീസ് ഇറ്റ്. ഇത് പ്രവർത്തിക്കാൻ പുരുഷന്മാരെ നിർബന്ധിതരാക്കേണ്ടിയും വരില്ല. ബട്ട്. എന്നാൽ ഹൗ ക്യാൻ ദിസ് ബിക്കം എ ഹാബിറ്റ്. ഇതിന് എങ്ങനെ ഒരു ശീലമാകാൻ കഴിയും?
ഇതിനെ എങ്ങനെ ഒരു ശീലമാക്കി മാറ്റാൻ സാധിക്കും? ഫ്രം വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച്. വിമൻ നീഡ് ടു റിയലൈസ് ദെയർ സ്ട്രെങ്സ്, സ്ത്രീകൾ അവരുടെ ശക്തികൾ തിരിച്ചറിയണം. ആൻഡ് ഇംപ്രൂവ് ദം, എന്നിട്ട് അവ മെച്ചപ്പെടുത്തണം. ആൻഡ് മെൻ ഷുഡ് റിയലൈസ്, പുരുഷന്മാർ തിരിച്ചറിയണം. ദ വാല്യൂ ഓഫ് വിമൻ, സ്ത്രീകളുടെ വില. ബട്ട് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ, എന്നാൽ അത് എങ്ങനെ സംഭവിക്കും? ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ഹോം, അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. പാരൻസ് ഹാവ് ടു റെസ്പെക്റ്റ് ഈച്ച് അതർ, അച്ഛനും അമ്മയും പരസ്പരം ബഹുമാനിക്കണം. ആസ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളെന്ന നിലയിൽ. ഷെയർ റെസ്പോൺസിബിലിറ്റീസ്, ചുമതലകൾ പങ്കുവെക്കണം. ആൻഡ് ഗീവ് ഈച്ച് അതർ സം പേഴ്സണൽ സ്പേസ്, മാത്രമല്ല അല്പം വ്യക്തിപരമായ ഇടവും പരസ്പരം നൽകണം. വെൻ ചിൽഡ്രൻ ഗ്രോ അപ്പ്, കുട്ടികൾ വളരുമ്പോൾ എങ്ങനെയാണ്? സീയിങ് ദെയർ പാരൻസ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ രക്ഷിതാക്കൾ ചുമതലകൾ പങ്കുവെക്കുന്നത് കണ്ട്. ആൻഡ് നോട്ട് ഇൻ്റർഫിയറിംഗ് വിത്ത് ഈച്ച് അതേഴ്സ് സ്പേസ്, അതുപോലെ തന്നെ പരസ്പരം വ്യക്തിപരമായ ഇടങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് കണ്ട്. അങ്ങനെ കുട്ടികൾ വളരുമ്പോൾ ദേ ഓൾസോ ബിഗിൻ ടു റെസ്പെക്റ്റ് അതേഴ്സ്, അവരും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തുടങ്ങും. ദസ്, അങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി ബിക്കംസ് എ ഹാബിറ്റ്, ലിംഗസമത്വം ഒരു ശീലമാകും. ദ ഹസ്ബൻഡ് വിൽ നോ ലോങ്കർ ബി ദി ഓൺലി ഏർണിംഗ് മെമ്പർ, വീട്ടിലെ വരുമാനമുള്ള ഒരേയൊരാൾ ഭർത്താവ് മാത്രം ആയിരിക്കില്ല. ആൻഡ് ദ വൈഫ് ദ മാനേജർ ഓഫ് ഹൗസ് ഹോൾഡ് മാറ്റേഴ്സ്, അതുപോലെ തന്നെ വീട്ടുകാര്യം നോക്കുന്നത് ഭാര്യ മാത്രമാകില്ല. ചിൽഡ്രൻ ഷുഡ് ഗ്രോ, കുട്ടികൾ വളരണം. ഇൻ ആൻ എൻവയൺമെൻറ്റ്, ഒരു പരിസ്ഥിതിയിൽ. എങ്ങനെയുള്ള പരിസ്ഥിതിയാണ്? വെയർ ബോത്ത് പാരൻസ് വർക്ക് ആൻഡ് ഷെയർ ദ ഹൗസ് ഹോൾഡ് വർക്ക്, രണ്ട് രക്ഷിതാക്കളും ജോലി ചെയ്യുകയും വീട്ടുജോലികൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിൽ. ദെൻ, അപ്പോൾ ദേ വിൽ ഓൾസോ ലേൺ നാച്ചുറലി, അവർ സ്വാഭാവികമായും പഠിക്കും. എന്താണ്? ദാറ്റ് റെസ്പെക്റ്റ് ആൻഡ് ഫ്രീഡം, ബഹുമാനത്തെയും സ്വാതന്ത്ര്യത്തെയും ഷുഡ് നോട്ട് ബി കണക്റ്റഡ്, ബന്ധിപ്പിക്കരുത് എന്ന്. എന്തുമായാണ്? ടു യുവർ ജെൻഡർ, സോഷ്യൽ സ്റ്റേറ്റസ് ഓർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, നിങ്ങളുടെ ലിംഗവുമായും സമൂഹത്തിലുള്ള വിലയുമായും സാമ്പത്തിക ഭദ്രതയുമായും. ലെറ്റസ് ഹാവ്, നമുക്ക് ഉണ്ടാകാം, അതായത് നമുക്കാകാം. അവർ ഓൺ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ. ആൻഡ് റിയലൈസ് ആൻഡ് അക്സെപ്റ്റ്, അതുപോലെ തന്നെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യാം. ദാറ്റ് ഈച്ച് വൺ ഈസ് ഡിഫറൻറ്റ്, ഓരോരുത്തരും വ്യത്യസ്തരാണെന്ന്. ദെൻ വി ബിക്കം ഈക്വൽ, അപ്പോൾ നമ്മൾ തുല്യരാകും. സൂൺ ഇറ്റ് ബിക്കംസ് നാച്ചുറൽ, വൈകാതെ സ്വാഭാവികമായി മാറുന്നു. എന്താണ്? ടു ട്രീറ്റ് ദി അതർ ജെൻഡർ ആസ് ഈക്വൽ, എതിർലിംഗത്തെ തുല്യരായി കാണുന്നതും. ആൻഡ് എക്സ്പെക്റ്റ് ഇറ്റ് ഇൻ റിട്ടേൺ ടു, അത് തിരിച്ച് പ്രതീക്ഷിക്കുന്നതും. ഇത്രയുമാണ് പാഠം. ഒരു തവണ കേട്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർ വീണ്ടും കേട്ട് പഠിക്കുക, എന്നിട്ട് പുസ്തകം പലതവണ വായിക്കുക. ഇനി പുസ്തകത്തിലുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം. 1. വാട്ട് ഡസ് ദി ഓതർ മെൻഷൻ ഇൻ ജനറൽ എബൌട്ട് ദ വിമൻ ഇൻ കേരള? കേരളത്തിലെ സ്ത്രീകളെപ്പറ്റി എഴുത്തുകാരി പൊതുവെ പറയുന്നത് എന്താണ്? ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് ഹൈലി എഡ്യൂക്കേറ്റഡ്, ഉയർന്ന വിദ്യാഭ്യാസമുണ്ടായിരുന്നിട്ടും കേരളാസ് വിമൻ ആർ ഫേസിങ് മെനി ഇഷ്യൂസ് ഈവൻ അറ്റ് ഹോം, വീട്ടിൽ പോലും കേരളത്തിലെ സ്ത്രീകൾക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. 2. വെയർ ഷുഡ് ജെൻഡർ ഇക്വാലിറ്റി ബിഗിൻ? എവിടെയാണ് ലിംഗസമത്വം തുടങ്ങേണ്ടത്?
ജെൻഡർ ഇക്വാലിറ്റി ഷുഡ് ബിഗിൻ ഫ്രം ഹോം. വീട്ടിൽ നിന്നാണ് ലിംഗസമത്വം തുടങ്ങേണ്ടത്. 3. മെൻഷൻ എ ഫ്യൂ തിങ്സ് ദാറ്റ് മെൻ ആൻഡ് വിമൻ ക്യാൻ ഡു അറ്റ് ഹോം ടു എൻഷുർ ജെൻഡർ ഇക്വാലിറ്റി. ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിനായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറയുക. മെൻ ആൻഡ് വിമൻ ക്യാൻ റെസ്പെക്റ്റ് ഈച്ച് അതർ ആസ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളെന്ന നിലയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പരസ്പരം ബഹുമാനിക്കുവാൻ കഴിയും. ഷെയർ റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുവാൻ കഴിയും. ആൻഡ് ഗീവ് ഈച്ച് അതർ. പരസ്പരം നൽകാൻ കഴിയും. എന്താണ്? സം പേഴ്സണൽ സ്പേസ്. അല്പം വ്യക്തിപരമായ ഇടം. 4. വാട്ട് കൈൻഡ് ഓഫ് ആൻ എൻവയൺമെൻറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ചിൽഡ്രൻ. പിള്ളേർക്ക് ഏറ്റവും അനുയോജ്യമായ പരിസ്ഥിതി ഏത് തരത്തിലുള്ളതാണ്? ആൻ എൻവയൺമെൻറ്റ് വെയർ ദ പാരൻസ് ഷെയർ റെസ്പോൺസിബിലിറ്റീസ്. അച്ഛനും അമ്മയും ചുമതലകൾ പങ്കുവെക്കുന്ന പരിസ്ഥിതി. ആൻഡ് ഡു നോട്ട് ഇൻ്റർഫിയർ വിത്ത് ഈച്ച് അതേഴ്സ് സ്പേസ്. അതുപോലെ തന്നെ പരസ്പരം സ്വകാര്യമായ ഇടങ്ങളിൽ ഇടപെടാതിരിക്കുന്ന പരിസ്ഥിതി. അങ്ങനെയുള്ള പരിസ്ഥിതിയാണ് ഈസ് ബെസ്റ്റ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായത്. 5. വാട്ട് ക്യാൻ വി ഡു ടു ട്രീറ്റ് ദി അതർ ജെൻഡർ ആസ് അവർ ഈക്വൽസ്. എതിർലിംഗത്തെ നമുക്ക് തുല്യരായി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് റെസ്പെക്റ്റ് ആൻഡ് ഫ്രീഡം. ബഹുമാനത്തെയും സ്വാതന്ത്ര്യത്തെയും ഷുഡ് നോട്ട് ബി കണക്റ്റഡ്. ബന്ധിപ്പിക്കരുത് എന്ന്. ടു യുവർ ജെൻഡർ, സോഷ്യൽ സ്റ്റേറ്റസ് ഓർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. നിങ്ങളുടെ ലിംഗവുമായും സമൂഹത്തിലുള്ള സ്ഥാനവുമായും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയുമായും. ലെറ്റസ് ഹാവ് അവർ ഓൺ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നമുക്ക് നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങളാകാം. ആൻഡ് റിയലൈസ്. തിരിച്ചറിയാം. ആൻഡ് അക്സെപ്റ്റ്. അംഗീകരിക്കാം. ദാറ്റ് ഈച്ച് വൺ ഈസ് ഡിഫറൻറ്റ്. ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന്. ദെൻ വി ക്യാൻ ട്രീറ്റ് ദി അതർ ജെൻഡർ ആസ് അവർ ഈക്വൽസ്. അപ്പോൾ നമ്മുടെ എതിർലിംഗത്തെയും നമുക്ക് തുല്യരായി കാണുവാൻ നമുക്ക് സാധിക്കും. ഇത്രയുമാണ് ജെൻഡർ ഇക്വാലിറ്റി മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എന്ന പാഠം. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഒരു തവണ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എങ്കിൽ ആവർത്തിച്ച് കേട്ട് അത് മനസ്സിലാക്കുക. അതിനുശേഷം പുസ്തകം പലതവണ വായിച്ച് കൃത്യമായി അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്